രക്ഷിക്കുന്ന വീരനായി യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യമാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനമായി ചിന്തിക്കുന്നത്. ദൈവം രക്ഷിക്കുന്ന വീരനാണ്. ആ രക്ഷിക്കുന്ന വീരൻ നമ്മുടെ മധ്യേ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ, നമ്മുടെ നടുവിലിരിക്കുന്നത്? അടുത്ത ചിന്ത ഇങ്ങനെയാണ് പറയുന്നത്: യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും. നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ നിന്റെ മധ്യേ ഇരിക്കുമ്പോൾ, അത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തി മാനസിക സംഘർഷത്തിലാക്കുമ്പോൾ, ദൈവം രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ജോലിസ്ഥലത്തെ, ഓഫീസുകളിൽ, ബിസിനസ്, ശുശ്രൂഷയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മധ്യേ നിങ്ങൾ നിൽക്കുമ്പോൾ, നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി അവൻ മധ്യേ ഇരിക്കുന്നു. അടുത്ത ചിന്ത പറയുകയാണ്: സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. അധൈര്യപ്പെടുത്തുന്ന വിഷയങ്ങൾ നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ, ദൈവം നിന്റെ മധ്യേ വന്ന് പറയുകയാണ്, രക്ഷിക്കുന്ന വീരൻ പറയുകയാണ്, ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട. കർത്താവേ, ഈ പ്രഭാതത്തിൽ ചില ഭയങ്ങൾ, അധൈര്യങ്ങളൊക്കെ മാറട്ടെ. ദൈവം അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.